ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് UAE-യിൽ കർശന നിയമം നടപ്പാക്കുന്നു. കർശന വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുള്ള പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അനുമതി നൽകി. നിയമലംഘകർക്ക് 3 വർഷം വരെ തടവും 2 ദശലക്ഷം ദിർഹം വരെ പിഴയും നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജൂലൈ 1-ന് പുതിയ നിയമം നിലവിൽ വരും. UAE വിപണിയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന നിയമം കഴിഞ്ഞ വർഷം ഫെഡറൽ നാഷണൽ കൗൺസിൽ പാസാക്കിയിരുന്നു. രാജ്യത്തെത്തുന്ന 80% ഭക്ഷണവസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഇവ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയവ ആയിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. ദുബായിൽ നിന്ന് ഹത്ത വഴി ഒമാനിലേക്ക് പോകുന്ന വിദേശികൾ ഷാർജ കൽബ വഴി പോകണമെന്ന് അധികൃതർ. അൽ മദാമിനെയും ഹത്തയെയും ബന്ധിപ്പിക്കുന്ന E44 റൂട്ടിലെ യാത്ര വിദേശികൾ ഒഴിവാക്കണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ കടന്നുപോകുന്നതിനാലാണ് ഈ നിർദ്ദേശം വെച്ചത്. അൽ മദാമിലെ ചെക്ക് പോയിന്റുകൾ വഴി ഇമറാത്തികളെയും ഗൾഫ് പൗരന്മാരെയും മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഇവിടെ എത്തുന്ന ഇതര രാജ്യക്കാരായ ആളുകളെ ഒമാനി ഉദ്യോഗസ്ഥർ തിരികെ അയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒമാനിലേക്ക് പോകുന്ന വിദേശികൾ കൽബ വഴി ഹത്തയിൽ എത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കുവൈറ്റിലെ ബിനൈദ് അൽഖർ മേഖലയിൽ ഇന്നലെ നടന്ന പരിശോധനയിൽ 3500-ലേറെ വിദേശികൾ പിടിയിലായവരിൽ ഭൂരിഭാഗം പേരും വേണ്ടത്ര താമസരേഖകളില്ലാത്തവരും നിയമലംഘകരും ആയിരുന്നു. 2 ആഴ്ച മുമ്പ് ജലീബ്, ഹസാവി ഏരിയകളിൽ നടത്തിയ പരിശോധനയിൽ 4000-ഓളം ആളുകൾ പിടിയിലായിരുന്നു. ഇതോടെ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 8000-ൽ പരം അനധികൃത താമസക്കാരെയാണ് പിടികൂടിയത്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അൽ സബഹാന്റെ നിർദ്ദേശാനുസരണം മന്ത്രാലയം മണ്ഡൽ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ സുലൈമാൻ അൽ ഫഹദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പരിശോധനകൾ തുടരുമെന്നും നിയമലംഘകരായി കഴിയുന്നവർക്ക് താമസ സൗകര്യം നൽകാതിരിക്കാനും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും തയ്യാറാകണമെന്നും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. റാസൽ ഖൈമയിൽ 49,000 ദിർഹം വില വരുന്ന കള്ളനോട്ട് പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തതായി റാസൽ ഖൈമ പോലീസ് CID ഡയറക്ടർ കേണൽ അബ്ദുള്ള അൽ മുൻകിസ് അറിയിച്ചു. റാസൽ ഖൈമയിൽ ഒരു എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുവന്ന കറൻസികളാണ് ഇതേ തുടർന്നുള്ള അന്വേഷണമാണ് വ്യാജ നോട്ടുകൾ വിതരണം ചെയ്യുന്ന ആളുകളെ പിടികൂടാൻ സഹായകരമായത്. ഭരണകൂടങ്ങളുടെ മികവും ക്ഷമതയും ലക്ഷ്യമിട്ട് നടത്തുന്ന ഗവൺമെന്റ് ഉച്ചകോടി ഫെബ്രുവരി 8 മുതൽ 10 വരെ ദുബായിൽ നടക്കും. ആഗോള സംഘടനകളുടെയും കൂടുതൽ ലോകരാജ്യങ്ങളുടെയും പങ്കാളിത്തം ലക്ഷ്യമിട്ടുകൊണ്ട് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് എന്ന പേരിലാണ് ഉച്ചകോടി നടക്കുന്നത്. 150 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവൺമെന്റ് പ്രതിനിധികളും അന്താരാഷ്ട്ര സംഘടനകളും ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദി ഗവൺമെന്റ് മേഖലയിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്ക് മുൻഗണന നൽകുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്ക് പകരം ഈജിപ്ത്, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ മന്ത്രാലയം ആരംഭിച്ചു. സൗദിയിൽ ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിലുള്ള ആശുപത്രികളിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്ക് മുൻഗണന നൽകുന്നു. പതിവിനു വിപരീതമായി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്ക് പകരം ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾക്ക് മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. ഇന്ത്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്കാണ് നേരത്തെ മുൻഗണന നൽകിയിരുന്നത്. സൗദിയിലെ ഗവൺമെന്റ് ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗം, അത്യാഹിത വിഭാഗം, മാനസികാരോഗ്യ ചികിത്സാ ആശുപത്രികൾ തുടങ്ങിയവയിലേക്ക് ഈ മാസം 15 മുതൽ രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നതിനായി പ്രത്യേക സമിതിയെ ആരോഗ്യ മന്ത്രാലയം ചുമതലപ്പെടുത്തി. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വിദേശ നഴ്സുമാരിൽ ബഹുഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇവർക്ക് പകരം ഈജിപ്തിൽ നിന്നും സുഡാനിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നത് മലയാളികളായ നഴ്സുമാർക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ദമാം. സൗദിയിലെ പ്രവാസികൾക്ക് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ഇനി SMS വഴി മനസ്സിലാക്കാം. പ്രവാസികളെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനായി സൗദി തൊഴിൽ മന്ത്രാലയവും സൗദി ടെലികോമും സംയുക്തമായി തുടക്കം കുറിക്കുന്ന സംരംഭത്തിന്റെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പ്രവാസികളെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനായി സൗദി തൊഴിൽ മന്ത്രാലയവും സൗദി ടെലികോമും സംയുക്തമായി തുടക്കം കുറിക്കുന്ന സംരംഭമാണിത്. ഈ പദ്ധതിയുടെ ഭാഗമായി സൗദി ടെലികോം എല്ലാ പ്രവാസികൾക്കും ആവശ്യമായ വിവരങ്ങൾ SMS വഴിയായും ഫോൺ കോളുകൾ വഴിയായും അയക്കും. വിവിധ ഭാഷകളിൽ ഈ സേവനം ലഭ്യമാകും. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ബുധനാഴ്ച തൊഴിൽ മന്ത്രാലയവും ടെലികോമും ഒപ്പുവെച്ചു. തൊഴിൽ മന്ത്രി മുഫ്രജ് അൽ ഹക്മാനിയുടെ സാന്നിധ്യത്തിൽ ഉപഭോക്തൃ സേവന തൊഴിലാളികാര്യ മന്ത്രി സിയാദ് അൽ സയേഗും STC CEO ഖാലിദ് ബീരിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. തൊഴിലാളികളും തൊഴിൽദാതാക്കളും തമ്മിലുള്ള മന്ത്രാലയത്തിന്റെ ബന്ധം ശക്തമാക്കുന്നതിനും പ്രവാസികൾക്കായുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുമാണ് ഈ പുതിയ സംരംഭമെന്ന് അൽ ഹക്ബാനി അറിയിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് മന്ത്രാലയം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദമാം. അബുദാബി KMCC സംസ്ഥാന കമ്മിറ്റിയുടെ കേരള ഗൾഫ് സോക്കർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 12 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ അബുദാബി സൈസ് സ്പോർട്സ് സിറ്റി ഗ്രൗണ്ടിൽ നടക്കും. ഇന്ത്യൻ ഇസ്ലാമിക്
സെൻട്രൽ വെച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യം അറിയിച്ചത്. ജില്ലാടിസ്ഥാനത്തിൽ 6 ടീമുകളിലായി ഇന്ത്യയിലെ മുൻനിര ഫുട്ബോൾ താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ഫൈനൽ ഉൾപ്പെടെ 9 മത്സരങ്ങളായിരിക്കും നടക്കുക. വിജയികൾക്ക് 10,000 ദിർഹവും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 5,000 ദിർഹവും ട്രോഫിയും സമ്മാനിക്കും. അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്ററിൽ അപെക്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആരംഭിച്ചു. 20 ദിവസങ്ങളിലായി വിവിധ പ്രായക്കാർക്കായി നടക്കുന്ന മത്സരങ്ങളിൽ 500ഓളം കളിക്കാർ പങ്കെടുക്കും. ഇന്ത്യ സോഷ്യൽ സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ISC വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജ ബാലകൃഷ്ണൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി MA സലാം, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അപെക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഹിഷാം പുതുശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ഗ്രൂപ്പുകളിലായി ദേശീയ അന്തർദേശീയ കളിക്കാർ ഈ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ജനുവരി 15-ന് സ്വദേശികൾക്കും UAE റെസിഡന്റ് വിസ ഉള്ളവർക്കും ഫൈനൽ മത്സരവും ഈ മാസം 22-ന് അന്തർദേശീയ കളിക്കാർക്കുള്ള ഫൈനൽ മത്സരവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ അബുദാബി ശാഖ റീം ഐലൻഡിലെ അൽ തമൂഹ് ടവറിലേക്ക് പ്രവർത്തനം മാറുന്നു. ചടങ്ങിൽ കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ G. ശ്രീനിവാസൻ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അലൈനിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കണ്ണൂരിന്റെ സമഗ്ര വികസന സാധ്യതകളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ മാറ്റങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറുന്ന കണ്ണൂർ, സമഗ്ര വികസനവും സാമൂഹ്യക്ഷേമവും എന്ന വിഷയത്തിൽ ദുബായ് കണ്ണൂർ ജില്ലാ KMCC സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സെമിനാർ ജനുവരി 8-ാം തീയതി വെള്ളിയാഴ്ച ദുബായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദുബായ് ഉദ് മേത്തയിലെ റാഷിദ് മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്ക് സെമിനാർ ആരംഭിക്കും. ഫാസിസത്തെ ചെറുക്കാൻ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് പ്രശസ്ത സിനിമാ സാഹിത്യ പ്രവർത്തകൻ R. ഉണ്ണി അഭിപ്രായപ്പെട്ടു. ഫാസിസത്തെ ചെറുക്കാൻ ഓരോരുത്തർക്കും അവരവരുടെ വഴി സ്വീകരിക്കാമെന്നും സാഹിത്യകാരന്മാർ അവാർഡുകൾ തിരിച്ചു കൊടുത്തത് മാതൃകാപരമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഖത്തറിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ Q മലയാളം സംഘടിപ്പിക്കുന്ന സർഗസായാഹ്നം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. നാളെ വൈകിട്ട് ICC അശോക ഹാളിൽ നടക്കുന്ന സർഗസായാഹ്നം പരിപാടിയിലും ശനിയാഴ്ച FCC ഹാളിൽ നടക്കുന്ന കഥയുടെ വർത്തമാനം പരിപാടിയിലും R. ഉണ്ണി പങ്കെടുക്കും. റിയാദ് വില്ലാസ് കപ്പ് 8ാമത് കേളി ഫുട്ബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയിലെ വിജയികൾക്ക് 7-8 തീയതികളിൽ സമ്മാനം വിതരണം ചെയ്യും. മെഗാ സമ്മാനമായ 10 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ജനുവരി 7 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് കണ്ണൂർ ന്യൂ ഗസ്റ്റ് ഹൗസിന് സമീപത്തുള്ള ബർണശ്ശേരി മസ്കറ്റ് ബീച്ച് റിസോർട്ട് ഹാളിൽ വെച്ച് റിയാദ് വില്ലാസ് മാനേജിംഗ് ഡയറക്ടർ സൂരജ് പാണയിൽ സമ്മാനിക്കും. മറ്റ് സമ്മാനങ്ങൾ ജനുവരി 8 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് റിയാദ് മൈദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കേളി ഫുട്ബോൾ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യും. സമ്മാനാർഹരായ മുഴുവൻ ആളുകളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കേളി ഭാരവാഹികൾ അറിയിച്ചു. ബാർ കോഴക്കേസിൽ K. ബാബുവിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ എന്തുകൊണ്ട് ഹാജരാക്കിയില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. ബാർ കോഴക്കേസ് സംബന്ധിച്ച AGയുടെ വാദങ്ങൾ കോടതി തള്ളി. ബാർക്കോഴയിൽ മന്ത്രി ബാബുവിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 3 ഹർജികൾ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ നടപടികളെ വിമർശിച്ചു. ബാർക്കോഴ ആരോപണത്തിൽ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് AN ഷഫീഖും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ആരോപണം സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടന്നതാണെന്ന AGയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചില്ലെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. ബാർക്കോഴ സംബന്ധിച്ച കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ് റിപ്പോർട്ട് ഇതുവരെ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാത്തതെന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ വിശദീകരണം. എന്നാൽ ഈ വാദം ഡിവിഷൻ ബെഞ്ച് തള്ളി. ബാബുവിനെതിരായ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം ഒരാഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. പ്രാഥമിക റിപ്പോർട്ടിന്മേൽ വിജിലൻസ് ഡയറക്ടർ എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിച്ചുവെന്നും രേഖാമൂലം വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനുവരി 20-ന് കേസ് വീണ്ടും പരിഗണിക്കും. VS സുനിൽകുമാർ MLAയുടേതുൾപ്പെടെ 3 ഹർജികളാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർ കോഴക്കേസിൽ മന്ത്രി K. ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. എറണാകുളം റേഞ്ച് വിജിലൻസ് SP നിശാന്തിനിക്കാണ് അന്വേഷണ ചുമതല. പരാതിക്കാരായ ബിജു രമേശിൽ നിന്ന് ഉൾപ്പെടെ നിശാന്തിനി ഉടൻ മൊഴിയെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ അബ്കാരി നയത്തിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. കള്ളിൽ ആൽക്കഹോൾ പരിധി 8.1% നിജപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അബ്കാരി ചട്ട ഭേദഗതി പുനഃപരിശോധിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഭേദഗതി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ കോടതി ഈ മാസം 20-ന് വിശദമായ വാദം കേൾക്കും. കള്ളിൽ ആൽക്കഹോളിന്റെ പരിധി 8.1 കൂടിയാൽ
തടവ് ശിക്ഷയും പിഴയും നിഷ്കർഷിക്കുന്ന ചട്ടഭേദഗതിക്കെതിരെ ഷാപ്പ് ഉടമ നൽകിയ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീം കോടതി സർക്കാരിന്റെ അബ്കാരി നയത്തെ രൂക്ഷമായി വിമർശിച്ചത്. ശാശ്വതി ഗാനന്ദയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിവരുന്ന അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. പ്രാഥമിക പരിശോധനയിൽ പോസ്റ്റ്മോർട്ടത്തിൽ അപാകതകൾ കാണുന്നില്ലെന്നും ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ശാശ്വതി ഗാനന്ദയുടെ ദുരൂഹ മരണത്തിൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി തീർപ്പാക്കുകയായിരുന്നു ഹൈക്കോടതി. ശാശ്വതി ഗാനന്ദയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത കാണുന്നില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങളും അനുബന്ധ രേഖകളും പരിശോധിച്ച ശേഷമാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. ശാശ്വതി ഗാനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നിരവധി കത്തുകൾ ലഭിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഇതിൽ പലരുടെയും പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. 2 മാസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊടിക്കുന്നിൽ സുരേഷിനെ വധിക്കാൻ ശ്രമിച്ചെന്ന വ്യാജ കേസിൽ പാസ്റ്റർ അശോകന് ജാമ്യം അനുവദിച്ചു. അതേസമയം പോലീസ് നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ക്രൂരമായി മർദ്ദനമേറ്റയാൾ എങ്ങനെ വധശ്രമം നടത്തുമെന്ന് കോടതി ചോദിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെയും സംഘത്തിന്റെയും മർദ്ദനത്തിനിരയായ പാസ്റ്റർ അശോകനാണ് കോടതി ജാമ്യം അനുവദിച്ചത്. എംപിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് അശോകനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ക്രൂരമായി മർദ്ദനമേറ്റ അശോകന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വീണ്ടും നൽകിയ അപേക്ഷയിലാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അശോകന് നിബന്ധനകളോടെ ജാമ്യം അനുവദിച്ചത്. അശോകന് വിദഗ്ധ ചികിത്സ നൽകാനും കോടതി നിർദ്ദേശിച്ചു. വീടിനുള്ളിൽ വെച്ച് മർദ്ദനമേറ്റയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസിനെയും കോടതി വിമർശിച്ചു. എംപിക്കെതിരെ വധശ്രമം നടന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാനും പോലീസിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അശോകന്റെ മകൻ നിഖിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആശുപത്രിയിൽ വെച്ച് നിഖിലിനെ അപായപ്പെടുത്താനും ഒരു സംഘം ആളുകൾ ശ്രമിച്ചതോടെ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിച്ചത്. കേസിൽ അശോകന്റെ ഭാര്യയെയും പോലീസ് പ്രതിയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജന്മനായ ബജ ബഹ്റയിൽ ശവസംസ്കാര ചടങ്ങുകൾ നടക്കും. അതേസമയം മുഫ്തി മുഹമ്മദ് സയ്യിദ് മകൾ മെഹബൂബ മുഫ്തിയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് PDP നേതാക്കൾ ഗവർണറെ കണ്ടു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനത്തേക്ക് അമീർ ഖാന് പകരം അമിതാഭ് ബച്ചനെ മോദി സർക്കാർ പരിഗണിക്കുന്നു. അമിതാഭ് ബച്ചൻ നിലവിൽ ഗുജറാത്ത് ടൂറിസം അംബാസിഡറാണ്. ബച്ചനെ കൂടാതെ അക്ഷയ് കുമാർ, ദീപിക പദുക്കോൺ, പ്രിയങ്ക ചോപ്ര എന്നിവരെയും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് അസഹിഷ്ണുത നിലനിൽക്കുന്നുവെന്ന പ്രസ്താവനയെ തുടർന്നാണ് അമീർ ഖാനെ അംബാസിഡർ സ്ഥാനത്ത് നിന്നും കേന്ദ്ര സർക്കാർ നീക്കിയത്. RSP നേതൃത്വത്തിൽ തിരുത്തൽ വേണമെന്ന് VP രാമകൃഷ്ണപിള്ള. പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും രാമകൃഷ്ണപിള്ള പറഞ്ഞു. RSPയിൽ നേതാക്കളടക്കമുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്ന സാഹചര്യത്തിലാണ് വിമർശനവുമായി മുതിർന്ന നേതാവ് VP രാമകൃഷ്ണപിള്ള രംഗത്തെത്തിയത്. RSPയുടെ പോക്ക് ശരിയല്ലെന്നും നേതൃതലത്തിൽ തിരുത്തൽ വേണമെന്നും VP രാമകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു. വികാരം ഇങ്ങനെ തുടരുന്നത് ശരിയല്ല. പാർട്ടി ലീഡർഷിപ്പിന്റെ മാറ്റങ്ങൾ ഉണ്ടാവണം. തീരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഒക്കെ പലതുകൊണ്ട്. അതേസമയം ചിലരുടെ വ്യക്തി താല്പര്യങ്ങളാണ് പാർട്ടി ഇപ്പോൾ നയിക്കുന്നതെന്ന്, പാർട്ടി നിലപാടുകളുമായി യോജിച്ചു പോകാനാകാത്തതുകൊണ്ടാണ് CPIM-മായി സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും VP രാമകൃഷ്ണപിള്ളയുടെ മകളും RSP ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന ജയന്തി പറഞ്ഞു. എന്റെ തീരുമാനം അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 30-35 വർഷക്കാലമായി RSPയിൽ നിന്ന് പ്രവർത്തിക്കുന്ന RSPയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുതിർന്ന നേതാവായ VP രാമകൃഷ്ണപിള്ളയുടെ മകള് ഇന്ന് മുതൽ ഒരു ഇടതുപക്ഷ പാർട്ടിയായ RSPയിൽ നിന്ന് CPM-ലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. CPIM-ന്റെ രാഷ്ട്രീയമാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പേർ RSP വിട്ടുവരുന്നതെന്നും ഇനിയും ഇവരെ സ്വാഗതം ചെയ്യുമെന്നും CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ച് അവരെ ഏറ്റവും മാന്യമായ അർഹമായ അംഗീകാരം നൽകി ഈ പാർട്ടിയിൽ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ പ്രവർത്തനവും ഉണ്ടാവും. CPM-മായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിനകത്തേക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് വർക്ക് ചെയ്യാൻ ധാരാളം സ്പേസ് നമുക്കുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിട്ട് CPIM-ൽ എത്തുമെന്നും KN ബാലഗോപാൽ സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജേക്കബ് തോമസിനെതിരെ ലോകായുക്തയുടെ പ്രാഥമിക അന്വേഷണം. കർണാടകയിൽ ജേക്കബ് തോമസും ഭാര്യയും ഭൂമി കയ്യേറിയെന്ന പരാതിയിലാണ് അന്വേഷണം. തിരുവനന്തപുരം DCC ഭാരവാഹി ബെർഗി ഫെർണാണ്ടസ് ആണ് പരാതി നൽകിയത്.
ജേക്കബ് തോമസിന്റെ വായ മൂടിക്കെട്ടാൻ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി ഭയപ്പെടുകയാണ്, അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. അത് ഈ ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് പരാതി കൊടുത്ത ജേക്കബ് തോമസിനെ വായ മൂടിക്കെട്ടാൻ, അദ്ദേഹത്തെ ഭയപ്പെടുത്താനാണ് ഇന്ന് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇനി ജേക്കബ് തോമസിനെതിരെ പല കള്ളക്കേസുകൾ ഉണ്ടാകും. അധികാരം കൈവശമുള്ളവർ പ്രതിയോഗികളെ അടിച്ചമർത്താനാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ആഭ്യന്തരമന്ത്രി അംഗീകരിച്ച് ആഭ്യന്തരമന്ത്രി ഫയൽ മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിക്ക് അനുമതി കൊടുത്ത് ഉത്തരവ് പുറപ്പെടുവിക്കുക. അതിനു പകരം അനുമതി കൊടുക്കാതെ മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ വെച്ചു. ക്യാബിനറ്റിനെ കൊണ്ട് തീരുമാനിച്ചു അനുമതി കൊടുക്കേണ്ടതില്ല എന്ന്. ഇത് മുഖ്യമന്ത്രി കളിച്ചൊരു കള്ളക്കളിയാണ്, ഇതൊരു ഒളിച്ചോട്ടമാണ്. DGPയെ മുഖ്യമന്ത്രി ഭയപ്പെടുകയാണ്. DGPയുടെ കയ്യിൽ നിരവധി രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് അധികാരത്തിൽ തുടരാൻ തന്നെയാണ് താല്പര്യമെന്ന് DGP ജേക്കബ് തോമസ്. പുരോഗതിയല്ല രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. When we are angels, no government would be necessary. Since we find that our men in governance here are not angels, I won't say devils, they may be in between, and also they are not steering well, and also they are destroying our social systems. The study or this lecture of governance is very relevant today. സംസ്ഥാനത്തെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്നത് പരിഷ്കൃത അടിമത്തമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. വേതന വ്യവസ്ഥകൾ പാലിക്കാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്നത് പരിഷ്കൃത അടിമത്തമാണെന്നും ഇതിനി അനുവദിക്കാനാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തി CITU നടത്താനിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷൻ മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി. ഇത് യഥാർത്ഥ നഷ്ടമാണോ? അല്ല, അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അതിവിദഗ്ധമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു കണക്കല്ലേ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പറയാറുണ്ട് ഇതൊരു ചീത്തക്കാലമാണ്, നിങ്ങളത് മനസ്സിലാക്കണം എന്നൊക്കെ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലും തേയിലത്തൊഴിലാളിയുടെ ജീവിതത്തിൽ നല്ല കാലം എന്നതുണ്ടായിട്ടില്ല. തേയില വ്യവസായികൾ അവതരിപ്പിക്കുന്ന കണക്കുകൾ പരിശോധിക്കണമെന്നും വേതന വ്യവസ്ഥകൾ പാലിക്കാത്ത കമ്പനികളെ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ഇടപെടൽ നടക്കുന്നുണ്ടെന്നും പിണറായി പറഞ്ഞു. തേയില ഉൽപാദനത്തിനും വിപണനത്തിനും സാമൂഹ്യ മാതൃകയുണ്ടാക്കി തൊഴിലാളികളുടെ അവശതയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. ആയിരങ്ങൾ പങ്കെടുത്ത കൺവെൻഷനിൽ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി, CPIM ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ, S രാജേന്ദ്രൻ MLA തുടങ്ങി നിരവധി നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇന്നലെ അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തനം ദേശാഭിമാനി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ CM അബ്ദുൾ റഹ്മാന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറി. വസതിയിലും കലൂർ ദേശാഭിമാനി ഓഫീസിലും നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. UDF നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി AK ആന്റണി. അമിത ആത്മവിശ്വാസവും നേതാക്കളുടെ തലക്കനവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയായെന്ന് AK ആന്റണി. അതിനിടെ മുഖ്യമന്ത്രി വീരേന്ദ്രകുമാറിനെ വീട്ടിലെത്തി സന്ദർശിച്ചു. JDU ഇടതുമുന്നണിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സന്ദർശനം. രാജൻ ബാബുവിനെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. രാജൻ ബാബുവിനെ UDFിൽ പങ്കെടുപ്പിക്കരുതെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കായിക വാർത്തയിലേക്ക്. വിൻഡീസ് ക്രിക്കറ്റ് താരം ക്രിസ് ഗെയിൽ ഫെയർഫാക്സ് മീഡിയയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കഴിഞ്ഞ ലോകകപ്പ് ക്രിക്കറ്റിനിടെ ഗെയിൽ സിഡ്നിയിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതായി ഫെയർഫാക്സ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ടെൻ സ്പോർട്സ് അവതാരികയോട് അഭിമുഖത്തിനിടെ ലൈംഗിക ചുവയോടെ പെരുമാറിയതിന് ഗെയിലിന് $10,000 പിഴ ചുമത്തിയിരുന്നു. വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഗെയിലിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി ഫെയർഫാക്സ് മീഡിയ രംഗത്ത് വന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആസ്റ്റർ ഫാർമസി പ്രധാന വാർത്തകൾ ബ്രോട്ട് യു ബൈ ആസ്റ്റർ ഫാർമസി, മച്ച് മോർ ദാൻ മെഡിസിൻസ്. ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് UAEയിൽ പുതിയ നിയമം വരുന്നു. നിയമം ലംഘിച്ചാൽ 3 വർഷം തടവും പിഴയും.
കുവൈറ്റിലെ ബിനൈദ് അൽഖർ മേഖലയിലെ പരിശോധനയിൽ 3500ഓളം അനധികൃത വിദേശ താമസക്കാർ പിടിയിൽ. നിയമം ലംഘിച്ച് തങ്ങുന്നവരെ കുറിച്ച് വിവരം നൽകണമെന്ന് അറിയിച്ചു. ദുബായിൽ നിന്ന് ഒമാനിലേക്ക് പോകുന്ന വിദേശികൾ ഷാർജ കൽബ വഴി പോകണമെന്ന നിർദ്ദേശം. E44 റൂട്ടിലെ യാത്ര വിദേശികൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. സൗദിയിലെ സർക്കാർ മേഖലയിൽ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്ക് മുൻഗണന. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരെ ഒഴിവാക്കിയുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് തുടക്കം. സൗദിയിലെ പ്രവാസികൾക്ക് തൊഴിൽ നിയമങ്ങൾ SMS വഴി അറിയാൻ സൗകര്യമൊരുങ്ങുന്നു. നിയമങ്ങളുടെ വിശദാംശങ്ങൾ വിവിധ ഭാഷകളിൽ അറിയാനാകും. ഭരണകൂടങ്ങളുടെ മികവും ക്ഷമതയും ലക്ഷ്യമിട്ടുള്ള ഉച്ചകോടി ഫെബ്രുവരി 8 മുതൽ 10 വരെ ദുബായിൽ. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് 150 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ. കൈരളി അറേബ്യ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ശുഭരാത്രി. നമസ്കാരം. JB ജംഗ്ഷന്റെ സവിശേഷമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. പോയി മറയുന്ന വർഷത്തെ JB ജംഗ്ഷന്റെ ഒരു പരിച്ഛേദം കൈക്കുമ്പിളിൽ സമർപ്പിക്കാൻ ഞങ്ങളിവിടെ ശ്രമിക്കുന്നു. ഇതിനകം 300 എപ്പിസോഡുകൾ പിന്നിട്ടു എന്നത് ഈ പരിപാടിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ സൂചകമാണ്. കഴിഞ്ഞ വർഷം നിരവധി വ്യക്തികളാണ് സുപ്രധാന മുഹൂർത്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഈ പരിപാടിയിലൂടെ കടന്നുപോയത്. ഇതിൽ ഏതാനും പേരെ മാത്രം ഉൾക്കൊള്ളിച്ച് സവിശേഷ